അടുത്ത തവണ കേരളത്തിൽ UDF അധികാരത്തിൽ വരും. അപ്പോൾ തങ്ങൾക്ക് മുഖ്യമന്ത്രി പദമൊന്നും വേണ്ട. മുസ്ലിം ലീഗിൽ നിന്നും ആരും മുഖ്യമന്ത്രി ആകുകയുമില്ല. പക്ഷേ 3 തവണ മത്സരിച്ചവർക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തവണത്തേതുപോലെ സീറ്റ് നൽകരുത് എന്നല്ല, അവർക്ക് സീറ്റ് ഉണ്ടാകില്ല എന്ന് കട്ടായം പറഞ്ഞ് ലീഗ് നേതൃത്വത്തിൻ്റെ അടിത്തറ കുലുക്കിയിരിക്കുകയാണ് PK ഫിറോസ്. നിയമസഭയിൽ മാത്രമല്ല, വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും 3 തവണ മത്സരിച്ചവർക്ക് ഇത്തവണ സീറ്റ് നൽകില്ല എന്ന് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ PK ഫിറോസ് തൻ്റെ നിലപാട് വ്യക്തമായതോടെ ലീഗ് നേതൃത്വം ഒന്നുകൂടി കുലുങ്ങി ആടിത്തുടങ്ങി. കഴിഞ്ഞ തവണ നടപ്പാക്കിയ നിർദ്ദേശത്തിന് നല്ല സ്വീകാര്യത ലഭിച്ചിരുന്നു. ഇത്തവണയും അത് തുടരും. നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ യുവ പ്രാതിനിധ്യം ഉറപ്പായി ഉണ്ടാകുമെന്നാണ് PK ഫിറോസ് ആത്മവിശ്വാസത്തിൽ പറയുന്നത്. അപ്പോൾ പല ലീഗ് കോട്ടകളുടെയും സ്വപ്നങ്ങൾ ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിയുകയാണ്. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയാകണം UDF അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗിൻ്റെ നിയമസഭാ കക്ഷി നേതാവ്. അതാണ് വൈപ്പ്. അതങ്ങനെ തന്നെ ആയിരിക്കണം. കഴിഞ്ഞ UDF ഭരണകാലത്ത് ഉമ്മൻചാണ്ടിയിൽ നിന്നും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയതാണ്. പക്ഷേ ചില കോൺഗ്രസ് നേതാക്കൾ സമ്മതിച്ചില്ല. അവർക്കറിയാമായിരുന്നു, ഒരു തവണ ഇടം കൊടുത്താൽ അടുത്ത തവണ ചോദിക്കാതെ മുഖ്യമന്ത്രി കസേരയിൽ ഇവർ ലീഗുകാർ കയറിയിരിക്കുമെന്ന്. ഇത്തവണ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചു വാങ്ങാൻ തന്നെയായിരുന്നു അണിയറയിൽ എല്ലാം ഒരുക്കി വച്ചിരുന്നത്. പക്ഷേ PK ഫിറോസിൻ്റെ ക്യാപ്റ്റനോട് ചോദിക്കാതെയുള്ള ഈ ഗോൾ പോസ്റ്റ് കയറിയുള്ള ഗോളടി, അത് ഫൗളാണെങ്കിലും റെഡ് കാർഡ് കാണിക്കേണ്ടി വരുമെങ്കിലും അതൊരു ഗോൾ തന്നെയാണ്. ക്യാപ്റ്റനോട് ചോദിക്കാതെയുള്ള ഒരു ഏകപക്ഷീയ ഗോൾ. കുഞ്ഞാലിക്കുട്ടിക്ക് മാത്രമല്ല, പല ലീഗ് MLA കുത്തക മണ്ഡലങ്ങൾക്കും ഈ നിലപാട് ബാധകമായിരിക്കും, തിരിച്ചടിയാകും. പുതുമുഖങ്ങൾ വരണം ഇനി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ എന്നതിനുമപ്പുറം യൂത്ത് ലീഗിന് മതിയായ പ്രാതിനിധ്യം ഇത്തവണയും വേണമെന്ന നിലപാടാണ് PK ഫിറോസ് അന്നും ഇന്നും. കഴിഞ്ഞ തവണ അവഗണിച്ചു. അതിൻ്റെ ഫലമാണ് ഇത്തവണ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നതെന്ന് ഫിറോസിന് തെളിവുകൾ നിരത്തി തന്നെ പറയാം. പക്ഷേ ലീഗ് നേതൃത്വം ഫിറോസ് പറയുന്നത് കേൾക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നതിന്റെ ഭാഗമായി തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് പുതിയൊരു ക്യാമ്പയിൻ രീതി ആവിഷ്കരിക്കാനാണ് PK ഫിറോസിന്റെ ഐഡിയ. ഡ്രോയിങ് റൂം മീറ്റിംഗുകൾ പോലെ ഏറ്റവും താഴത്തെ തട്ടിൽ വികേന്ദ്രീകരിച്ച് ജനങ്ങളുമായി എങ്ങനെ സംവദിക്കാൻ സാധിക്കുമെന്നാണ് ആലോചിക്കുന്നത്. ആലപ്പുഴയിലും കൊല്ലത്തുമൊക്കെ അതിന്റെ ട്രയൽ റൺ നടത്തി കഴിഞ്ഞു ലീഗ് നേതൃത്വം. അതിന്റെ വാലിൽ പിടിച്ചാണ് PK ഫിറോസിന്റെ നീക്കവും. യൂത്ത് ലീഗിന്റെ പ്രാതിനിധ്യം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകണമെന്ന് തങ്ങൾ നേതൃത്വത്തിൽ ആവശ്യപ്പെടാറുള്ളതാണെന്നും ഫിറോസ് പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വം കൊണ്ടുവന്ന 3 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന പ്രധാന മാറ്റം വളരെ ഗുണകരമായി. അതുകൊണ്ട് യൂത്ത് ലീഗിൻ്റെ നിരവധി ഭാരവാഹികൾക്ക് അവസരം ലഭിച്ചു. അങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പാർട്ടി നേതൃത്വം ഇനിയും ശ്രമിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ഫിറോസിൻ്റെ പ്രത്യാശ. UDFൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി എപ്പോഴും വരുന്നത് ഏറ്റവും വലിയ ഒറ്റകക്ഷി തന്നെയായിരിക്കും, കോൺഗ്രസ് തന്നെയാണ് ആ കക്ഷി എന്ന്. ഒരു മാറ്റം അതിലുണ്ടാകില്ലെന്ന് ഫിറോസ് ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ മനസ്സിലൊരാഗ്രഹമുണ്ട്, കോൺഗ്രസ് എങ്ങാനും രാഷ്ട്രീയ പ്രളയത്തിൽ താഴേക്ക് പോയാൽ പിന്നെ UDFലെ ഏറ്റവും വലിയ കക്ഷി, അത് പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനമായാലും മുഖ്യമന്ത്രി പദത്തിന് അർഹരുള്ളവരായാലും അത് മുസ്ലിം ലീഗ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഫിറോസ് ഇപ്പോഴേ ഒരു പടി മുന്നേ കണ്ട് ഓടിക്കയറുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ച് UDFൽ പ്രശ്നമുണ്ടാക്കാൻ എന്തായാലും മുസ്ലിം ലീഗ് ഇല്ല എന്ന് ഫിറോസ് പറയുന്നുണ്ട്. തങ്ങൾ ഇതുവരെ ശ്രമിച്ചിട്ടില്ല, ഇനി ശ്രമിക്കുകയും ഇല്ല എന്ന് പറയുന്നു. ഇത്തവണയും കോൺഗ്രസിൽ നിന്ന് തന്നെയാകും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നാണ് വിശ്വാസമെന്ന് ഫിറോസ് പറയുമ്പോൾ ഇനി അറിയേണ്ടത് ലീഗ് നേതൃത്വത്തിൽ എത്ര പേരുടെ പിന്തുണ ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫിറോസിന് കിട്ടുമെന്നാണ്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.